എല്ലാവർക്കും നമസ്കാരം. ഞാൻ മേരിദാസൻ ജോർജ്, കൊല്ലം ജില്ലയിലെ തേവലക്കര പഞ്ചായത്തിലെ കോയവിള എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. ഏതാണ്ട് 32 വർഷത്തോളമുള്ള പ്രവാസി ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ 1 വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ ബോംബെയിൽ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നത്. ദൈവസഹായത്താൽ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. എന്നെ അവർ സെലക്ട് ചെയ്തു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. പിന്നെ എന്നെ ട്രേഡ് ടെസ്റ്റിന് വിട്ടു. ടെസ്റ്റ് സെൻറ്ററിലും ഞാൻ പാസ്സായി. അങ്ങനെയാണ് എന്നെ അവർ സെലക്ട് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളിലും സെലക്ഷൻ കിട്ടുന്നതിനും വരെയും ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. സെലക്ഷൻ കിട്ടി ഒരു 15 ദിവസത്തിനകത്ത് സൗദി അറേബ്യയ്ക്ക് പോകാൻ സാധിച്ചു. ആ കമ്പനിയിൽ ഏതാണ്ട് 20-22 മാസത്തോളം ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും 1992 ഇതേപോലെ വീണ്ടും ബോംബെയിൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത്, അപ്പം മുൻകാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ദൈവാനുഗ്രഹത്താൽ എന്നെയാണ് അവർ ഫസ്റ്റിൽ തന്നെ സെലക്ട് ചെയ്ത്. പക്ഷേ ആ കമ്പനി നമുക്ക് അവിടെ വലിയ പ്രയോജനം ഉണ്ടായില്ല. സാലറിയൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ആ കമ്പനിയിൽ പക്ഷേ നമുക്ക് കളഞ്ഞിട്ട് പോരാൻ പറ്റിയില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് അവിടെ ആ കമ്പനിയിൽ 9 വർഷത്തോളം ജോലി ചെയ്യേണ്ടി വന്നു. ഞാൻ 9 വർഷം ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു കൂട്ടായ സൗദി അറേബ്യയാണ്. അവിടെ നിയമം നമുക്ക് അനുവദിക്കാത്തതാണ്. അവിടെ മറ്റ് മതസ്ഥരുടെ പ്രാർത്ഥനകളോ കാര്യങ്ങളോ. എങ്കിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഉൾപ്രദേശത്തായിരുന്നു ഞങ്ങളുടെ അക്കോമഡേഷന്. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ വൈകുന്നേരം അവിടെ പ്രാർത്ഥന സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ എന്നോടൊപ്പം എൻ്റെ കമ്പനി ജോലി ചെയ്യുന്ന ഞങ്ങൾ 10-12 സുഹൃത്തുക്കളും ചിലപ്പോഴൊക്കെ മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരൊക്കെ വന്ന് സഹകരിച്ച് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയും കൂട്ടായ്മയായിട്ടൊക്കെ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ശമ്പളം കുറവായിരുന്നെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോയി. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കാലാവസ്ഥയുടേതായിട്ടുള്ള പ്രതികൂലമായ കാലാവസ്ഥയാണ്. തണുപ്പ് സമയത്ത് നല്ല തണുപ്പും ചൂടിന് അതിഭയങ്കരമായ ചൂടുമാണ്. പക്ഷേ ഈ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ജോലി ചെയ്യുവാൻ ദൈവം നമുക്ക് ഒരുപാട് ശാരീരികമായ നമുക്ക് സൗഖ്യങ്ങളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകം ദൈവത്തിന് ഈ അവസരത്തിൽ നന്ദി പറയാണ്. പിന്നെ ഈ 9 വർഷത്തെ സൗദി അറേബ്യയിലെ പ്രവാസി ജീവിതം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ദുബൈയിൽ ഇതേപോലെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിലും ദൈവാനുഗ്രഹത്താൽ എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ഇലക്ട്രിക്കൽ ഫോർമാനായിട്ട് സെലക്ഷൻ കിട്ടി. അങ്ങനെ ദുബൈയിൽ 2 വർഷം ജോലി ചെയ്തു. ദുബൈയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ പക്ഷേ സൗദി അറേബ്യക്കാലും നമുക്ക് ഒരുപാട് ഫ്രീഡങ്ങളുണ്ടായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. നമ്മളവിടെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ വിശുദ്ധ ബലിയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇവിടത്തേക്കാളും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അരൂപിയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതായിട്ട് നമുക്ക് ഈ പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയിലും ഒക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പിന്നെ അങ്ങോട്ട് ദുബൈയിലെ 2 വർഷത്തിലെ ജോലിയിൽ നമുക്ക് ഫോർമാനായിട്ട് പോയതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. മേലുദ്യോഗസ്ഥന്മാരെ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ദൈവം തരണം ചെയ്ത് നമ്മളെ ജോലിയിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോയി. അവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ നമ്മുടെ ജോലി പ്രവർത്തന മേഖലയിലൊക്കെ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് മറ്റ് കമ്പനികളിൽ നിന്നൊക്കെ ഓഫർ കിട്ടി. അങ്ങനെ ആ ഓഫർ ലെറ്ററുമൊക്കെ വാങ്ങിച്ച് ഞാൻ ദുബൈയിൽ നിന്നും വീണ്ടും തിരിച്ച് 22 മാസം അവിടെ ജോലി ചെയ്തതിന് ശേഷം വീണ്ടും നാട്ടിൽ വന്നതിന് ശേഷം കൂടുതൽ നാട്ടിൽ നിൽക്കേണ്ടി വന്നില്ല. ഈ ഗൾഫ് എക്സ്പീരിയൻസിൻ്റെ പ്രയോജനം കാരണം വീണ്ടും ഞാൻ ഖത്തറിലേക്ക് ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ ദൈവം തന്നൊരു വലിയ അനുഗ്രഹമായിരുന്നു ഖത്തറിലേക്കുള്ള പോക്ക്. ഖത്തറിൽ ഏതാണ്ട് 16 വർഷത്തോളം ജോലി ചെയ്ത് ദൈവം എൻ്റെ കുടുംബത്തിനും എനിക്കും ഒരുപാട് ഉപകാരങ്ങൾ ഈ ഖത്തറിലെ ജോലിയിലൂടെ സാധിച്ചു തന്നു. അതിന് ഇപ്പോഴും ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും. പ്രവാസ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത് സൗദി അറേബ്യയിലാണ്.
സൗദി അറേബ്യയിൽ ഞങ്ങൾ അവിടെ എറണാകുളത്തുനിന്ന് ഒരു വൈദികൻ അവിടെ വന്ന് ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് ആ സ്പോൺസർഡ് അറബിയുടെ സപ്പോർട്ടിലാണ് അവിടെ ഒരു വിശുദ്ധ ബലി ഞങ്ങൾക്ക് അർപ്പിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്ന്. പക്ഷേ ഞങ്ങൾ പോലീസിനെയൊക്കെ പേടിച്ചാണ് ഞങ്ങൾ ആ ബലിയിൽ സംബന്ധിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വളരെ ഭയന്നാണ് വന്നത്. പക്ഷേ ബലിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിച്ച് റൂമിലെത്താൻ സാധിച്ചു. അതൊരു വലിയൊരു അനുഗ്രഹവും അവിടുത്തെ ഗൾഫ് ജീവിതത്തിലൊരു നല്ലൊരു അനുഭവമായിരുന്നത്. അവിടെ ചൂട് സമയത്ത് ടെമ്പറേച്ചർ വളരെ 50 ഡിഗ്രിക്ക് അടുത്ത് വരെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജോലി ചെയ്യാനുള്ളൊരു ആരോഗ്യം അന്നേരം അത് ദൈവം തന്നൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഈ വളരെ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ച് ജോലി ചെയ്യുവാനുള്ളൊരു വലിയൊരു അനുഗ്രഹം ദൈവം തന്നതാണ്. അതൊരു വലിയൊരു അനുഭവമായിട്ടാണ് കാണുന്നത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറക്കാൻ പറ്റാത്തൊരു വലിയൊരു അനുഭവം ഉണ്ടായി. അത് 3 നില ബിൽഡിങ്ങിൻ്റെ ഔട്ട്സൈഡിലാണ് സ്കബോൾഡിങ്ങിൻ്റെ പുറത്ത് കയറി ഞങ്ങൾ 2 പേര് ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് സൗദി അറേബ്യയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ അത്ര സേഫായിട്ടല്ല അവർ. സ്കബോൾഡിങ്ങിൻ്റെ ഒട്ട് ചാടി നമ്മൾ 3ാമത്തെ നിലയുടെ വിൻഡോ ഓപ്പൺ ചെയ്ത് വിൻഡോയിൽ നിന്നാണ് സ്കബോൾഡിങ്ങിലോട്ട് കയറിയപ്പോൾ മറു സൈഡിൽ നമ്മൾ കയറി നിന്ന് ചവിട്ടിയ തടിയുടെ ഭാഗത്തിൻ്റെ മറു സൈഡ് പൊങ്ങിയപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാനൊന്നുമില്ല. ഞാൻ തിരിച്ച് ഇറങ്ങി വന്ന വിൻഡോയിൽ കയറി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മറിഞ്ഞ് താഴെ വീണാനുമായിരുന്നു. എനിക്കെന്തോ ദൈവം എന്നെ തോന്നിപ്പിച്ചതാണ് പെട്ടെന്ന് അവിടെ തിരിച്ച് പിടിക്കാനായിട്ട്. ആ പിടുത്തത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്തൊരു വലിയ അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ ചെല്ലുമ്പോൾ അവിടെ കസ്റ്റംസ് ഓഫീസർമാർ നമ്മുടെ സാധനങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞൂടായിരുന്നു അവിടുത്തെ നിയമം. അങ്ങനെ ഞാൻ ആ ബൈബിളിൻ്റെ പുതിയ നിയമം കൊണ്ടുപോയിരുന്നു. യേശുവിൻ്റെ ഫ്രണ്ടിൽ യേശുവിൻ്റെ ഫോട്ടോയുള്ള. പക്ഷേ എന്തോ കസ്റ്റംസിൽ ഉദ്യോഗസ്ഥന ഇതെടുത്ത് ഇങ്ങനെ രൂക്ഷമായി നോക്കിയിട്ട് ഇതെടുത്തിങ്ങനെ എറിഞ്ഞ് എന്തോ മനസ്സിലായില്ല. പക്ഷേ പുള്ളിക്കിത് ബൈബിളായിരുന്നു മനസ്സിലായിരുന്നെങ്കിൽ എന്നെ തിരിച്ചയച്ചനമായിരുന്നു. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. ബൈബിളെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അവിടെ നിയമവശം അറിഞ്ഞായിരുന്നുകൊണ്ട് ഞാൻ അവിടെ കൂളായിട്ട് നിന്ന്. പക്ഷേ അവർക്ക് ഇത് കണ്ടപ്പോൾ എന്തുവാന്നുള്ളത് മനസ്സിലാകാതെ ഈ സാധനങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ എറിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബൈബിൾ എടുത്ത് എറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ സൗദി അറേബ്യയിൽ ജോലി ചെയ്തൊരു സുഹൃത്താണ് പറഞ്ഞത്, എന്തോ അവർക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായില്ല ഇത് ബൈബിളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ തിരിച്ച് കയറ്റിവിട്ടാനുമായിരുന്നു. അത് ദൈവം നമുക്ക് തന്നൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ജോലിക്ക് പോകുന്നതിന് എല്ലാ ദിവസവും വളരെ നേരത്തെ തന്നെ എണീറ്റിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കും. രാവിലത്തെ ഡെയിലി പ്രാർത്ഥന കഴിഞ്ഞാണ് ജോലിക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നത്. പുതിയ എക്യുപ്മെൻറ്റ്സുകൾ അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനൊക്കെ അതിൻ്റെ ഡയഗ്രങ്ങളും കാര്യങ്ങളും നോക്കി തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് അത് ഫിറ്റ് ചെയ്യുന്നതിനും എടുക്കുന്നതിനും എല്ലാം അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. അതെല്ലാം ഡയഗ്രം നോക്കിയൊക്കെ. അതൊന്നും നമ്മളിവിടെ ചെയ്തിട്ടുള്ളതൊന്നുമല്ല. ആദ്യമായിട്ട് ചെയ്യുന്ന ഏത് ഉപകരണവും നമുക്കവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം ഡയഗ്രം നോക്കി ചെയ്യുവാനൊക്കെ അത് കിട്ടിയൊരു വലിയൊരു ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. സൗദി അറേബ്യയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഞായറാഴ്ച നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണമല്ലോ. അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മാനസിക വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ വ്യാഴാഴ്ച വൈകുന്നേരം കാര്യം വെള്ളിയാഴ്ച അവധിയാണെന്നല്ലേ, വ്യാഴാഴ്ച ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പിൻ്റെ മുകളിലാണ് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ
എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷം, അത് നമുക്ക് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയാൻ വേണ്ടി പോകുന്നതുകൊണ്ട് നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അതിൽ നിന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ദുബൈയിലും ഖത്തറിലുമൊക്കെ പോയപ്പോഴത്തേക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്ന് അവിടെ എല്ലാ ആഴ്ചയിലും നമുക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്, മറ്റ് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ സംബന്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും നമുക്ക് മറ്റ് മാനസികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഖത്തറിൽ ജോലി ചെയ്യുമ്പോഴാണ് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ പോകുന്നതിനും മറ്റുമൊന്നും അവിടെ തടസ്സങ്ങളില്ലായിരുന്നു. വലിയൊരു ദേവാലയം ദൈവമായിട്ട് അവിടെ ഞങ്ങൾ ചെന്ന വർഷത്തിൽ തന്നെ പൂർത്തീകരിച്ച് തന്നങ്ങനെ നമ്മളെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും കൂടെ അവിടെ ഒരുമിച്ച് കൂടുമ്പോഴുള്ളൊരു വലിയൊരു കൂട്ടായ്മയായിരുന്നു. അതൊരു നല്ല അനുഭവമായിട്ട് മാറി. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുർബാനയിൽ പങ്കെടുക്കുന്നതിനേക്കാളും നമുക്ക് അവിടെ അറേബ്യൻ രാജ്യത്ത് എനിക്ക് നല്ല അനുഭവങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എനിക്ക് തോന്നുന്നത് യേശു ജനിച്ച സ്ഥലത്തോട് ചേർന്ന ഒരു അറേബ്യൻ രാജ്യങ്ങളായതുകൊണ്ടായിരിക്കാം നമുക്ക് നല്ലൊരു അനുഭവം അവിടുത്തെ ബലിയിൽ നിന്ന് ഇവിടത്തേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ സന്യാസ വൈദികരായിരുന്നു അവിടുത്തെ ബലിയിലെല്ലാം ബലി അർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ആയിരിക്കണം നമുക്ക് നല്ല അനുഭവം, ഇവിടത്തേക്കാൾ കൂടുതൽ നല്ല അനുഭവങ്ങൾ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഖത്തറിൽ ഏതാണ്ട് ഞാൻ 16 വർഷത്തോളം ജോലി ചെയ്തു. അവിടെ നല്ലൊരു പൊസിഷനിലായിരുന്നു ജോലി ചെയ്തത്. അതൊക്കെ ദൈവം നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. സീനിയർ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ ജോലി പരിചയം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടായി. സാമാന്യം തെറ്റില്ലാത്ത സാലറിയിലും ജോലി ചെയ്യാൻ സാധിച്ചു. അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ദൈവം ഇത്രയൊക്കെ ആക്കി തന്നതിന് ദൈവത്തോട് എപ്പോഴും ആ നന്ദിയും കടപ്പാടും ഉണ്ട്. അവിടെ 16 വർഷം നിന്ന് ജോലി ചെയ്യാൻ സാധിച്ചു. പിന്നെ 60 വയസ്സ് തികഞ്ഞപ്പോൾ ഏജിൻ്റെ പരിമിതി കൊണ്ട് പിന്നെ കമ്പനിക്ക് പണിയില്ലാതെ വന്നതുകൊണ്ടാണ് അവിടുന്ന് പിന്നെ തിരിച്ചു പോരേണ്ടി വന്നത്. ഖത്തറിൽ നമ്മുടെ സംഘടനകളുണ്ട്. അവിടെ വിവിധ സംഘടനകളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മകൾ അവിടെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ സെൻ്ററുണ്ട്, അവിടെ ഞങ്ങൾ കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ലൈഫിലുള്ള ഒരു എൻജോയ് കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടുത്തെ പ്രവാസ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളായിരുന്നു. പിന്നെ ജോലിയിലും മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ ഒരു 4-5 പ്രോജക്റ്റ് എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എഞ്ചിനീയർമാരെക്കാളും കൂടുതൽ ഉത്തരവാദിത്തം എനിക്കായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എന്നെയാണ് കമ്പനി സാധാരണ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാറുണ്ടായിരുന്നത്. അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. ദൈവമാണ് നമുക്ക് ഈ എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിച്ചത്. അതിന് എല്ലാ ദിവസവും മുടങ്ങാതെ നന്ദി പറയും. രാവിലെ പ്രെയർ കഴിഞ്ഞാണ് ജോലിക്ക് പോകുന്നത്. അതൊക്കെ ജീവിതത്തിലെ ഒരു വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുമായിരുന്നു. ഡെയിലി പ്രാർത്ഥനയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു പ്രാർത്ഥനയും അതിനുശേഷം 4 സുവിശേഷത്തിലെയും ഓരോരോ ഭാഗങ്ങൾ ഓരോ ദിവസം ഞാൻ വായിക്കുമായിരുന്നു. അത് നമുക്ക് ശരീരത്തിന് എന്തോ കൂടുതൽ എനർജി തന്നിട്ടുണ്ട്. ജോലി സമയത്ത് സൈറ്റിൽ ചെല്ലുമ്പോഴും നമുക്കത് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രവാസ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥന നടത്തിയിട്ട് പോകുന്നതുകൊണ്ട് ജോലിയിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ഞാൻ സുവിശേഷ ഭാഗങ്ങളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്, പിന്നെ സങ്കീർത്തനവും. ആദ്യമായി സൗദി അറേബ്യയ്ക്ക് പോകുമ്പോൾ ഇതേപോലെ കമ്മ്യൂണിക്കേഷൻ ഫോൺ സംവിധാനം ഇല്ല. മൊബൈലൊക്കെ പിന്നീടാണ് വന്നത്. അന്ന് നമ്മുടെ നാട്ടിലോട്ടൊരു ലെറ്റർ
എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുചെന്ന് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മറുപടി നാട്ടിൽ നിന്ന് വരുന്നതിന് എങ്ങനെയായാലും 14 ദിവസം 15 ദിവസമൊക്കെ എടുക്കും. തിരിച്ച് മറുപടി വരുമ്പോഴാണ് നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയുന്നത്. അപ്പം നമുക്ക് മാനസികമായി നമ്മൾ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് ഈ പ്രാർത്ഥനകളോടാണ് അത് നമുക്ക് ഒറ്റപ്പെടിയിൽ നിന്നും നമുക്ക് കുറച്ച് ബലവും ശക്തിയും ഉണ്ടായിട്ടുള്ളത്. അത് ദൈവവിളിയിലൂടെയാണ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മൊബൈൽ സംവിധാനങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഈ ലെറ്റർ പോയി തിരിച്ചു വരുന്നിടം വരെയും കാത്തിരിക്കണം നാട്ടിലെ വിശേഷങ്ങൾ അറിയാനായിട്ട്. അതൊരു വലിയൊരു മാനസികമായ സംഘർഷവും കാര്യങ്ങളുമൊക്കെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അത് പിന്നീട് മാറി. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ കൂടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടെക്നോളജി വികസിച്ചപ്പോഴാണ് പിന്നീട് നമുക്ക് നാട്ടിലല്ലെന്നുള്ളൊരു പ്രതീതി അത് ദുബൈയിലാണ്. ദുബൈ ജോലി ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് അനുഭവപ്പെട്ടത്. പിന്നെ നമ്മുടെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും മറ്റ് ബന്ധുക്കളെ എല്ലാവരെയും കാണാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമൊക്കെ കിട്ടിയപ്പോഴാണ് നമ്മൾ നാട്ടിലല്ല എന്നുള്ളൊരു പ്രതീതി. ആദ്യത്തെ സൗദി അറേബ്യയിലെ ജീവിതം നമ്മൾ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു. വലിയ ഫീലിങ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ ദൈവവിളിയിലൂടെയാണ് നമുക്ക് കുറേയൊക്കെ മാറി മാറി കിട്ടിയത്. ഞാൻ 1986 സൗദി അറേബ്യയിൽ പോയിട്ട് പിന്നെ 88 തിരിച്ചു വന്നു. അതിനുശേഷം 1990 എൻ്റെ വിവാഹം. പിന്നെ വിവാഹത്തിന് ശേഷം ഞാൻ 92 എൻ്റെ കണ്ടിന്യൂ ഉള്ള പ്രവാസി ജീവിതം ആരംഭിക്കുന്നത്. നല്ല പ്രാർത്ഥനയും നല്ല വിശ്വാസമുള്ള ഒരു കുടുംബിനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് കുടുംബജീവിതമൊക്കെ വളരെ സന്തോഷമായിരുന്നു. അതൊക്കെ നമുക്ക് വളരെ പ്രയോജനമായിരുന്നു. അപ്പം അതിൻ്റേതായ കുടുംബജീവിതത്തിൽ മറ്റ് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സന്തോഷകരമായ കുടുംബജീവിതമായിരുന്നു. മക്കളെയൊക്കെ ഞാൻ പഠിപ്പിക്കാൻ പറ്റിയത് ഈ ഖത്തറിലെ പ്രവാസ ജീവിതത്തിലൂടെ അവിടുന്ന് കിട്ടിയ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ടായിരുന്നു. മക്കളെയെല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ചു. 3 മക്കളായിരുന്നു, 2 മോളും 1 മോനും. അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു. അതൊക്കെ ദൈവം നമുക്ക് ഒരുക്കി തന്നൊരു വലിയ പദ്ധതിയാണ്. അതുകൊണ്ടിന്ന് മക്കളെല്ലാവരും സ്വതന്ത്രമായി നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ ദൈവം നമുക്ക് തന്ന ഒരു വലിയ നേട്ടവും അനുഗ്രഹവുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് ദൈവത്തിന് എപ്പോഴും എല്ലാ ദിവസവും നന്ദി പറയുന്നുണ്ട്, സ്തുതിയും നന്ദി അർപ്പിക്കുന്നുണ്ട്. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ മുരിങ്ങൂർ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായത്. ആ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്നും എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖങ്ങളെല്ലാം ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അതിനുശേഷം പിന്നെ ആ അസുഖങ്ങൾ ശ്വാസമുട്ടലുണ്ടാകുമായിരുന്നു. ആ ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞ അസുഖം അവിടെ വെച്ച് എനിക്ക് ദൈവം മാറ്റി തന്നത് ഇപ്പോൾ ഇതേവരെ ഒരു കുഴപ്പവുമില്ല. എനിക്കതൊരു മുരിങ്ങൂറിലെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവത്തെ മുടങ്ങാതെ വിളിക്കുവാനും ദൈവത്തിന് നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നെന്നും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണമെന്നെല്ലാം കറക്റ്റ് നമുക്ക് നല്ല ബോധ്യത ഉണ്ടായത് മുരിങ്ങൂരിലെ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ്. അത് ജീവിതത്തിലൊരു ഒരിക്കലും മറക്കാനാകാത്തൊരു വലിയൊരു അനുഭവമായിരുന്നു അത്. ഞാൻ ഇവിടുന്ന് കോഴിവളയിൽ നിന്ന് തന്നെയാണ് വിവാഹം ചെയ്തത്. എൻ്റെ ഭാര്യയുടെ പേര് ഡോട്ടി. +2 വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ജോലിക്ക് മറ്റൊന്നിനും പോകുന്നതിനൊന്നും ഞാൻ വീട്ടിലെ കുടുംബകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ ജോലിക്ക് പോകാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല. വീട്ടിലെ കുടുംബകാര്യങ്ങൾ നോക്കി നിൽക്കുക. പിന്നെ എനിക്ക് 3 മക്കളാണ്. ആദ്യത്തെ 2 മോള്, ഏറ്റവും ഇളയത് മോന. ആദ്യത്തെ മോള് BAMS പാസ്സായി കല്യാണമൊക്കെ കഴിച്ച് മോളിപ്പോൾ അവിടെ ഒരു ആയുർവേദ ക്ലിനിക്ക് ഇട്ട് സ്വന്തമായിട്ട് അവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മോള് ഫാം ഡി കോഴ്സ് കഴിഞ്ഞിട്ട് മോള് MSc ഫാർമസ്യൂട്ടിക്കൽ അയർലൻഡിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് മോളിപ്പോൾ അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. പെർമനൻറ്റ് ജോലി ആയിട്ടില്ല. മോൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് ഇപ്പോൾ സൗദി അറേബ്യ ജോലി ചെയ്യുന്നു. 2 വർഷം ദുബൈയിലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ സൗദി അറേബ്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുടുംബം വളരെ സന്തോഷകരമായിട്ട് തന്നെ ദൈവം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
പ്രവാസ ജീവിതത്തിൽ ആദ്യം പോയ സൗദി അറേബ്യയിലാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. കാരണം കുറഞ്ഞ ശമ്പളത്തിൽ നമ്മൾ കൂടുതൽ തൊഴിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അവിടെ. അപ്പോഴൊക്കെ നമുക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ദുബൈയിലും പിന്നെ ഖത്തറിലും, ദുബൈയിൽ 2 വർഷം ജോലി ചെയ്തോളൂ. എങ്കിൽ തന്നെയും ജോലിയും വലിയ ജോലി ഭാരമില്ലായിരുന്നു. സുഖകരമായ ജോലിയിലൊന്നും നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല. അതൊരു വലിയ അനുഭവമായിട്ടാണ് കാണുന്നത്. പിന്നെ അതിന് ശേഷം ഖത്തറില 16 വർഷത്തോളം ജോലി ചെയ്ത് നല്ല സീനിയർ സൂപ്പർവൈസർ എന്നുള്ള നല്ലൊരു പോസ്റ്റിലായിരുന്നു അവിടെ ജോലി ചെയ്തത്. അവിടുത്തെ ജോലിയിൽ എനിക്ക് സാലറി മാന്യമായ രീതിയിൽ നല്ല സാലറി എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതൊക്കെ ദൈവം അതിൻ്റേതായ ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുക്കി തന്ന ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ ഖത്തറിൽ നിന്നാണ് എനിക്ക് എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടത്തുവാനായിട്ട് എല്ലാം സാധിച്ചതും. ഈ സാമ്പത്തികമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഖത്തറിൽ നിന്നാണ്. അതിന് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ITI വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ഡിപ്ലോമക്കാരും ഗ്രാജുവേറ്റ് എഞ്ചിനീയർമാരും ജോലി ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. അത് ദൈവം എന്നെ ഒരുക്കി ആ ഒരു രീതിയിലാക്കി എടുത്തതാണ്. അതിന് ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി അവസരത്തിൽ പറയാണ്.